ഇന്നിപ്പോൾ ഒരു ഞായറാഴ്ച കേട്ടോ. രാവിലെ തന്നെ വേഗത്തിൽ മത്തിയും കുറച്ച് നമ്മൾ ആവോലി മീനൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വാങ്ങി ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കും. ആവോലി മാത്രമേ ക്ലീൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അത് അവരെ വെട്ടി തന്നു. മത്തി ക്ലീൻ ചെയ്തിട്ടില്ല. അപ്പോൾ മത്തി വൈകുന്നേരത്തിന് വെക്കാമെന്ന് വെച്ചിട്ട് ആവോലി മാത്രം ഇപ്പോൾ എടുക്കുകയാണ്. അപ്പോൾ ആവോലി എന്നുള്ള തലഭാഗമൊക്കെ എടുത്തിട്ട് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. കൂട്ടാനെന്തെങ്കിലും വെക്കാൻ വിചാരിച്ചിട്ട് തനിയെ കറി വയ്ക്കാതിട്ട്. അപ്പോൾ ആവോലി മീൻ വറുത്തിട്ട് മത്തി മീൻ എടുത്ത് വെച്ചു. അപ്പോൾ ആവോലിക്ക് വേണ്ട മസാലയൊക്കെ ഇടുകയാണ്. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടു കേട്ടോ. അത് നന്നായിട്ട് പെനച്ചെടുത്തു. കുരുമുളക് പൊടി കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ചു കേട്ടോ. ലെമൺ ജ്യൂസ് ഒഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മീനിന്. അപ്പോൾ അതൊക്കെ പെനച്ച് റെഡിയാക്കി ഒരു പക്കം വെക്കുകയാണ്. വെച്ചിട്ട് ലെമൺ ജ്യൂസ് ഒഴിക്കുകയാണ് കേട്ടോ. ലെമൺ ജ്യൂസൊക്കെ നന്നായിട്ട് പെനച്ച് വെച്ചു. ലെമൺ ജ്യൂസിലും ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് നന്നായിട്ട് പെനച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കണത് ഞാൻ നെയ്ച്ചോറാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള എല്ലാം റെഡിയാക്കി അരി ഇടുകയാണ്. അപ്പോൾ അരി കിടന്ന് അവിടെ തിളക്കട്ടെ. അപ്പോൾ അരി തിളച്ച് റെഡിയാകുമ്പോഴേക്കും നമ്മൾക്ക് എന്ത് ചെയ്യുക, നമ്മളുടെ മീനൊക്കെ വറുത്ത് റെഡിയാക്കാൻ വിചാരിച്ചിട്ട് മീനൊക്കെ വെച്ച് വറുക്കുകയാണ്. മീനൊക്കെ ചട്ടിയിലേക്ക് റെഡിയാക്കി ഇടുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ആവോലി മീൻ. പക്ഷേ ഈ ആവോലി മീനിനേക്കാളും കൂടുതൽ ഇഷ്ടം കരിമീനാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മളെ നെയ്ച്ചോറൊക്കെ റെഡി ആയിട്ട്, നെയ്ച്ചോറ് നല്ല സൂപ്പറായിട്ട് വന്നു കേട്ടോ. എനിക്ക് സാധാരണ ബിരിയാണി വെച്ചാൽ കൂടി ഇങ്ങനെ നന്നായിട്ട് വരില്ല. നെയ്ച്ചോറ് നന്നായിട്ട് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് ഞങ്ങൾ ഉച്ചക്കത്തെ ലഞ്ച് നെയ്ച്ചോറും തൈര് സാലഡ്, നമ്മൾ ആവോലി മീൻ വറുത്തതുമാണ്. ആരെങ്കിലും ഊണ് കഴിക്കാൻ ലേറ്റായിട്ട് ഇരിക്കുന്നവരുണ്ടെങ്കിൽ ഓടി വായി, എല്ലാവർക്കും ഊണ് കഴിക്കാം കേട്ടോ. എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഞായറാഴ്ച ഒരു ദിവസം അങ്ങനെ പോയി ഗൈസ്. താങ്ക് യു.